ഓരോ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീ മരിച്ചു, അവരുടെ ബിൽഡിംഗ് ഇടിഞ്ഞ് വീണിട്ട് ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി. അതേപോലെ ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലുണ്ടല്ലോ, മെൻസിൻ്റെ ഹോസ്റ്റലിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാമെന്നുള്ള രീതിയിൽ കൂടെയാണ് നിൽക്കുന്നത്. 60 വർഷം ആയിട്ടുള്ള ബിൽഡിങ്ങാന്ന് പറയുന്നത്. അപ്പം ഇതിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, വാർത്ത ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആളുകൾ ഇതൊക്കെ അറിയുന്നത്. അല്ലാതെ എന്താ പറയുക, ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനോ ഒന്നും സർക്കാർ മെനക്കെടുന്നില്ല. ഓക്കെ, നികുതി പണമൊക്കെ വാങ്ങിക്കുന്നൊന്നും അല്ലാതെ ഇതൊക്കെ എങ്ങോട്ട് പോകുമെന്നും അറിയത്തില്ല, ഇതൊക്കെ എന്ത് ചെയ്യുന്നു അത് കറക്റ്റായിട്ട് വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മാറേണ്ടിയിരിക്കും. അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ സർക്കാർ ആശുപത്രികൾ പൊതുവെ പറയുകയാണെങ്കിൽ സർക്കാർ ആശുപത്രികൾ എന്നൊക്കെ പറയുമ്പോൾ പാലിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് എന്താ, ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ. അത് ജനങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന രീതിയിലേക്കാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്, അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത്? അതുകൊണ്ടാണ് ആളുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും അതേപോലെ തന്നെ ലാബുകളിലെല്ലാം ആശ്രയിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അത് മാറണം. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ സർക്കാർ തന്നെ വിചാരിക്കണം, വേറെ ആരും വിചാരിച്ചിട്ടും അത് കാര്യമില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ അവിടെയുള്ള എന്താ പറയുക യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ HOD ആയിട്ടുള്ള ഒരു ഡോക്ടർ വിചാരിച്ചതുകൊണ്ടാണ് ഇപ്പം ഇത്രയെങ്കിലും ആയത്. പെട്ടെന്ന് ഉപകരണങ്ങളെല്ലാം അവിടെ വന്ന് സർജറി നടക്കുന്നു. ജനങ്ങളെ പ്രതികരിക്കും, കാരണം പൊട്ടന്മാരായിട്ടുള്ള ജനങ്ങളല്ല. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കേട്ട് മിണ്ടാതിരിക്കുന്ന അടിമകളായിട്ടുള്ള ജനങ്ങളുടെ ആ ഒരു കാലഘട്ടം മാറി വരികയാണ്. അങ്ങനെ പ്രതികരിച്ചെങ്കിൽ മാത്രമേ നാട് മുമ്പോട്ട് പോകത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പം എൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു പട്ടി കടിച്ചതിൻ്റെ പേരിൽ അടുത്തുള്ള ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി. അത് പോകാൻ കാരണം മറ്റൊന്നുമില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അതിൻ്റെ റാബിസിൻ്റെ മരുന്നില്ലായിരുന്നു. അതിൻ്റെ ഡോസ് ഇപ്പം ഫസ്റ്റ് ഡോസ് ചിലപ്പോൾ അതായത് സെക്കൻഡ് ഡോസ് ചിലപ്പോൾ അവിടെ കാണത്തുള്ളൂ, ആ സെയിം കമ്പനിയുടെ ഫസ്റ്റ് ഡോസ് കാണുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി. കുറച്ച് പൈസ കൂടുതലാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മൂത്തുള്ളായിരുന്നു, പക്ഷേ പോകേണ്ടി വന്നു. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ അതിൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ട്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ പെരുമാറ്റവും മറ്റു കാര്യങ്ങളെല്ലാം കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് ആളുകൾ, നമുക്കൊന്ന് ഉറപ്പാക്കിയത്, കൺഫേം ചെയ്തത് എന്തുകൊണ്ടാണ് ആളുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ ആശ്രയിക്കുന്നത് എന്നൊരു കാര്യം. സെക്കൻഡ് ഡോസ് കൊണ്ടായപ്പോഴത്തേക്ക് പൂർത്തിയായി. ഓരോ ഹെഡ് നേഴ്സിൻ്റെ പെരുമാറ്റവും ഓരോ ജീവനക്കാരുടെ പെരുമാറ്റം കാണുമ്പോൾ ഇതെല്ലാം നമ്മൾ മാറണമോ? നമ്മൾ എല്ലാ അർത്ഥത്തിലും മാറിയെങ്കിൽ മാത്രമേ എന്താ പറയുക ഈ മെഡിക്കൽ രംഗം നന്നാവത്തുള്ളൂ. അത് ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സുമാരാണെന്നുണ്ടെങ്കിലും അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറണം. നിലവാരം മെച്ചപ്പെടുത്തണം എല്ലാവരും. അതിന് സ്വഭാവമാണെന്നുണ്ടെങ്കിലും ഇനി അതല്ല മറ്റെന്താണ് മെഡിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും